ഹലോ, അങ്ങനെ ഞാൻ എന്താ പോയി കുളിച്ച് ഫ്രഷ് ആയി. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ നമ്മളൊന്ന് പുറത്തു പോയിട്ട് വന്നു. ആ പുറത്തു പോയിട്ട് എന്തിനാന്നുള്ളത് നേരത്തെ പറഞ്ഞില്ലല്ലോ. അത് എന്തിനാന്നുള്ളത് നമുക്കിപ്പോ പോയി. ഹലോ, അപ്പൊ നമ്മൾ ഇന്നൊരു കുട്ടി പർച്ചേസിന് പോവാണല്ലോ. എന്തോ അങ്ങനെ പോണേ? എന്തോ വാങ്ങാനാ കുഞ്ഞാ പോണേ? സ്നാക്സ്. കുഴപ്പമില്ല, വയറലോ. അത് പോട്ടെ, എന്തിനപ്പൊ നമ്മൾ മാക്രോ? അപ്പൊ നമ്മൾ പോവുകയാണ് ഗോയ്സ്. ഓക്കെ, അത് കാണാം. ഓക്കെ, ബൈ. അപ്പൊ വണ്ടി എടുത്തു സ്റ്റാർട്ട് ചെയ്തു. ബൈ. ക്യാമറ ഹാൻഡ് ഓവർ. നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് കൊടകര ചാലക്കുടി ഭാഗത്ത് കേട്ടോ. അപ്പൊ ചാലക്കുടിയിലേക്ക് ഇറങ്ങുമ്പോ അല്ലെങ്കിൽ കൊടകരയ്ക്ക് ഇറങ്ങുമ്പോ എനിക്ക് ഇവിടുത്തെ ശരവണ പോയിന്റ് വരണം. എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാട്ടോ. അപ്പൊ അതാ ഇവിടുത്തെ സ്പെഷ്യൽ മഷ്റൂം മസാല ദോശ എന്തൊക്കെ നമുക്ക് കഴിക്കാം. എന്താണ് ഇങ്ങനെ ഇറങ്ങുമോ വേണമെങ്കിൽ ഇരിക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വെക്കാത്തതിൻ്റെ ദേഷ്യത്തിനാട്ടോ ഉള്ളത്. വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോഴും നമുക്ക് പോകുമ്പോൾ വെക്കാം കേട്ടോ. ഇല്ലടാ അറിയല്ലേ. കുട്ടിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വെക്കാൻ പറ്റിയില്ല, അതിന്റെ സങ്കടമാണ്. അയ്യോ, നീ എന്തിനാ വെറുപ്പിക്കണേ? ഇപ്പോഴാണ് പാട്ട് മാറ്റിയ ആള്. വെയിറ്റ് ചെയ്യാം. ചൂടില്ല. ഇവിടുത്തെ ദോശ ഇതിനൊക്കെ പറഞ്ഞാൽ കറി വേണ്ട. സൗണ്ട് കേൾക്കാം. വേണ്ട, അത്രയും ക്രിസ്പിയാണ്. ക്രിസ്പി. അത് അടിച്ചു വെച്ചായിരിക്കും. എനിക്ക് ചായ ഫ്രഷ് അല്ലേ? അടിച്ചു വെച്ചതാ? ഫ്രഷാ? ഫ്രഷ്. വാട്ടർമെലൺ, പൈനാപ്പിൾ, മുസംബി. നല്ല കിടലൻ മഷ്റൂം മസാല. ഇതിനുള്ളത് മഷ്റൂം മസാല എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ്. കുറച്ച് മസാല എടുത്തോ? ആ മസാല അങ്ങോട്ട് ഞാൻ കുറച്ച്. ഇതിലുണ്ടല്ലോ നല്ല ക്വാണ്ടിറ്റി ഓഫ് മഷ്റൂംസ് ഉണ്ടാവും. നല്ല കിഡ്ലൻ ഗുലാബ് ജാമുൻ. യമ്മിയാണ്, എനിക്കറിയാം. കുറേ സ്വീറ്റ്സ് ഉണ്ട് അല്ലേ. ഗുലാബ് ജാമുനാണ് നമ്മളിപ്പോൾ വാങ്ങിയത്. അടിപൊളിയാട്ടോ. വരുമ്പോൾ മസ്റ്റ് ട്രൈ. ഇതല്ലേ ഇപ്പം നമ്മൾ കഴിച്ചത്. ഇത് ഡേറ്റ്സിന്റെ ആണോ? ഇതെന്താ ഫ്ലേവർ? மட்டன் பேடானா என்ன ஃப்ளேவர் ആണ്? என்ன போடுற இது? லைட்டா புளிப்பாயிட்டு ഉണ്ട്. எப்படிங்க? പുളിപ്പ്. புளியா? വേണ്ട, ഇതെടുക്കാം. ഇത് என்ன லட்டு? திருப்பதி லட்டு மாதிரியா? ജിലേബിയാ? இல்ல லட்டு. இது என்ன லட்டு? അടുത്ത താഴെ. திருப்பதி லட்டு വരട്ടെ. കൈമാറ്റ്. ഇതോ? ഇത് ഗീ പാഡ് ആണ്. ആ, അത് വരണം. ഗീ പാഡ്. ഗീ സൂപ്പർ. ഒരു ഗീ. ആ, ഒന്ന് എല്ലാം ഒന്ന്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് നേരെ ചാലക്കുടി പോയത്. ഏകദേശം സൺസെറ്റ് ആയിട്ടുണ്ട്. കയറും എല്ലാ ഷോപ്പുകളും കയറി അടച്ചു പോകുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഉദ്ദേശം മോഡിലൊക്കെ ഒന്ന് പോകാന്നുള്ളതാണ്. സോ ആക്ച്വലി ഞാനിത് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വെറുതെ അൺലോക്ക് ചെയ്യല്ല, അൺലോക്ക് ആവണ്ടേ.
കേരടോ നമ്മള് വീണ്ടും കമ്പനി ഇത്രയും ലൂസല്ലേ യാ അപ്പോൾ ഇഷ്ടമുള്ള 2 പാട്ട് വെച്ച് കൊടുത്തപ്പോൾ ആളെ സെറ്റ്. അപ്പോൾ ഇനി നമ്മൾ വന്നിട്ടുള്ളത് ചാലക്കുടിയിലെ അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഫ്ലവർ ഷോപ്പിലാണ്. ഒരു സാധനം വാങ്ങുന്നത്, ഒരു ഐറ്റം വാങ്ങുന്നത്. അപ്പോൾ അത് കിട്ടുമോ നമുക്ക് നോക്കാം. കേരി ഒക്കിട്ട് കേരി വീണ്ടും അടഞ്ഞോ. ചിപ്സ് ഒക്കെ വാങ്ങാൻ ഈ ഒരു ഷോപ്പിലാണ് ആദ്യം പോയി നോക്കാൻ പോണേ. ഇല്ല ഫോട്ടോ എടുക്കില്ല, അത്ര മതിയോ? സ്ലൈഡ് വേണോ? ആ സ്ലൈഡ് വേണോ എൻ്റെ വേറെ. ആ ഇതിനുള്ളിൽ തന്നെ കുത്തല്ലേ? ചിറ്റ കുത്തി തരോ? ഒരു സൈഡിലിട്ടാ പോരാ. ഓക്കെ, ഏതാ വേണ്ടേ? വീഡിയോ എടുക്കണ്ട്. വീഡിയോ യെസ്. ഇന്ന് എവിടെ നിന്നാവാം ഫ്രൂട്ട്സ് അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങി. ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് നമുക്ക് പോവാം. ഇനി നമുക്ക് സ്നാക്സ് വാങ്ങിക്കാം, ചിപ്സ്. അത് നമുക്ക് മോഡിയിൽ പോയിട്ട് വാങ്ങിക്കാം. അങ്ങനെ നമ്മൾ തൽക്കാലം ഇവിടെ കാർ പാർക്ക് ചെയ്തു. ഇനി നമ്മൾ മോഡിയിലേക്ക് വരട്ടെ. അങ്ങനെ നമ്മൾ മോഡിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഗുയിസ്. നമ്മൾ ഇവിടെ നിന്ന് സാധനങ്ങൾ എടുക്കാൻ പോവുകയാണ് ഗുയിസ്. നമ്മളൊരു ബക്കറ്റ് എടുക്കുന്നു, വാരി എടുക്കുന്നു. അതെ, ഒരു ബക്കറ്റ് എടുക്കുന്നു, വാരി എടുക്കുന്നു. എന്താ വേണ്ടേ? എവിടെ നിന്ന് തുടങ്ങുക? പുറത്തേക്ക് പോകരുത് കേട്ടോ, എല്ലായിടത്തും പോകാൻ പറ്റില്ല. ഇവിടെ ഡോണറ്റ് വേണം. നമ്മൾ ഇത്ര ഐറ്റംസ് വാങ്ങി, തൽക്കാലം എത്ര അഡ്ജസ്റ്റ് ചെയ്തു. അത് ഇവരുടെ സ്പെഷ്യലാണ്. ഇത് തൃശ്ശൂർ മലബാറിയാണ്. വെയിറ്റ്. അപ്പോഴേ നമുക്ക് പെട്ടെന്ന് ഒരു അൽഫാം അടിച്ചാലോ? അങ്ങനെ നമ്മൾ അൽഫാം അടിക്കാൻ അതെ, അതൊരു പോയിന്റാണ്. പക്ഷെ കഴിച്ചിട്ട് 2 മണിക്കൂറായി. അല്ല, 1 മണിക്കൂറായി. 1 മണിക്കൂർ പ്ലസ് എന്തായാലും ഒരെണ്ണം വാങ്ങിയിട്ടുള്ള അത് കൂടെ കഴിക്കാനല്ലേ. കുളമില്ല ചേട്ടാ, ഹാഫ് ആക്കിക്കോ. 2 ലെഗ് പീസ് മതിയേ. അതാ പേന. ഓ വരച്ചോ. നമ്മളൊരത്തി പേനയും പെൻസിലും എടുത്ത് വര തുടങ്ങിയിട്ടുള്ളൂ. ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ഓരോ റെസ്റ്റോറൻറ്റ്സിലുണ്ടെങ്കിൽ ഭയങ്കര നല്ലതാട്ടോ. ഒരുപാട് പാരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഹോട്ടലിൽ കയറി ആദ്യം തന്നെ കുട്ടിക്കൊരു മൊബൈലും വെച്ച കുട്ടീൻ്റെ ഒരു സൈഡിലിരുത്തി ഒന്നുകിൽ അവരും ഫോൺ തോണ്ടിയിരിക്കും, അതല്ലെങ്കിൽ അവർ ഭക്ഷണം കഴിച്ചിട്ട് ഇടയ്ക്കൂടെ കുട്ടിക്കും കൊടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഫീഡ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ മാത്രം. നമ്മളെപ്പോഴും കുട്ടികളെ ഇങ്ങനെ ആക്റ്റീവായിട്ട് ഇരുത്തുന്നതാണ് നല്ലത് കേട്ടോ. ഞാൻ ഇന്നുവരെ ഒരു റെസ്റ്റോറൻറ്റിലും മോൾക്ക് ഫോൺ വെച്ച് കൊടുത്തിരുത്തി അവളെ ഫുഡ് കഴിപ്പിച്ചിട്ടില്ല. ഐറ്റം വന്നിട്ടേ ഇതിൻ്റെ ആംബിയൻസ് തന്നെയാണോ? ഒരു ട്രെയിനിൻ്റെ ഇതിൽ സാധനമാണ് സാലഡ്. പക്ഷേ നല്ല സൂപ്പറായിട്ട് ലൈക്ക് ഇറ്റ്. നല്ല ടേസ്റ്റ് ഇത് പൊടിച്ചേരാ ഓക്കെയല്ലേ? അപ്പോൾ തൽക്കാലം കൊണ്ട് കാറിൽ വെച്ചിട്ട് വരാം. അപ്പോഴേക്ക് ഇവിടെ നിന്ന് പാല് വാങ്ങാം. അവിടെ നിന്ന് പാല് വാങ്ങിച്ചോ. ഇവിടെ അല്ലേ പറഞ്ഞേ? ഇവിടെ പാലം ആവും.
അപ്പോഴേ നമ്മൾ പോയത് എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് സ്നാക്സും ഫ്രൂട്ട്സും പിന്നെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു കുഞ്ഞു ബൊക്കെ അല്ലെങ്കിൽ ഒരു ഫ്ലവർ ഇല്ലേ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അത് എന്തിനാണെന്നുള്ളത് സർപ്രൈസ് ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. നാളെ പറയാം കേട്ടോ. ബൈ.